ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ചെമ്പനീർ പൂവിന്റെ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ വീരാൻ വന്നിട്ട് തന്റെ ഭാഗത്തുണ്ടായ തെറ്റുകളെല്ലാം തന്നെ ഏറ്റു പറയുകയാണ്. താൻ ഇതിലൊരു നിരപരാധിയാണ്, തന്നെ അഭിനയിപ്പിക്കാൻ വേണ്ടി എന്ന് പറഞ്ഞ് ശ്രുതിയുടെ കൂട്ടുകാരി മീരയും കൂടിയിട്ടാണ് ഇങ്ങനെയൊക്കെ തന്നെ കൊണ്ട് ചെയ്യിച്ചത്. മീരയെ തനിക്ക് നേരത്തെ തന്നെ അറിയാം. താനൊരു നാടകത്തിൽ സിനിമയിലൊക്കെ അഭിനയിക്കാൻ വേണ്ടി കൊതിച്ചു നടക്കുന്ന ഒരു ക്യാരക്ടർ കിട്ടാൻ വേണ്ടി കൊതിച്ചു നടക്കുന്ന ഒരാളായിരുന്നു. ഇവർ പറഞ്ഞപ്പോൾ ഞാൻ അത് വിശ്വസിച്ചു. അത് പൈസയ്ക്കൊന്നും വേണ്ടിയല്ല, വെറുതെയാണ് ഞാൻ ഇവരുടെ കൂടെ കൂടിയത്. പിന്നെ ഇവരുടെ ജീവിതത്തിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് എന്നെനിക്ക് മനസ്സിലായപ്പോഴാണ് ഞാൻ ഇവരുടെ കൂടെ, ഇവർ പറയുന്നതിനനുസരിച്ച് എന്നെ ഇവർ പറ്റിക്കുകയാണെന്ന് മനസ്സിലായിട്ട് പോലും ഞാൻ അത് തിരുത്താതെ അങ്ങനെ ഇവരുടെ കൂടെ നിന്നത് എന്നുള്ള കാര്യമൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് ഈ പറയുന്ന രവി ചോദിക്കുന്നുണ്ട്, അപ്പോൾ ഇവളുടെ അച്ഛൻ മലേഷ്യയിലല്ലേ എന്നിങ്ങനെ ചോദിക്കണം. മലേഷ്യയിൽ ജയിലിലാണെന്നൊക്കെ പറഞ്ഞിട്ട് എന്ന് ചോദിക്കുമ്പോൾ അതിനെ പറ്റിയൊന്നും എനിക്കറിയില്ല, ഇവളുടെ അച്ഛനെ കുറിച്ച് പോലും എനിക്കറിയില്ല, എന്നോട് പറഞ്ഞ കാര്യം ഞാൻ ചെയ്തു, അത്രയേ ഉള്ളൂ എന്നിങ്ങനെ പറയുകയാണ്. അങ്ങനെ അതിനുശേഷമാണെങ്കിൽ നമ്മുടെ ശ്രുതി അവിടെ ആകെ പെട്ടുപോയി അങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പൊ ചന്ദ്രയാണെങ്കിൽ അവിടെ വളരെ ദേഷ്യത്തോടു കൂടി അങ്ങനെ ഒന്നും മിണ്ടാതെ അവിടെ അങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ സച്ചി ആണെങ്കിലും ചെന്നിട്ട് സച്ചി ഇതൊക്കെ കേട്ടിട്ട് ഇങ്ങനെ നിൽക്കാണ്. അപ്പോൾ എല്ലാവരോടും മാപ്പ് പറഞ്ഞിട്ട് പോവുകയാണ്. വീരാൻ പറയുന്നുണ്ട്, എന്നോട് ക്ഷമിക്കണം, ഞാൻ ചെയ്ത തെറ്റ് തന്നെയാണെന്ന് എനിക്കറിയാം എന്നൊക്കെ പറഞ്ഞ് മാപ്പ് പറഞ്ഞിട്ടാണ് പോകുന്നത്. അതിനുശേഷമാണ് നമ്മുടെ ചന്ദ്രയുടെ കലിതുള്ളൽ. ചന്ദ്ര എഴുന്നേറ്റിട്ട് അവളെ തലങ്ങും വിലങ്ങും തല്ലുകയാണ്. അപ്പോൾ രവി അപ്പോൾ ആ സമയത്ത് നീ എന്താ ചെയ്യുന്നത്, അവളെ തല്ലല്ലേ എന്നൊക്കെ പറഞ്ഞ് മാറ്റാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും നമ്മുടെ ചന്ദ്ര അതിനൊന്നും കൂട്ടാക്കാതെ അവളെ തല്ലി ആ വീട്ടിൽ നിന്നും പുറത്താക്കുകയാണ്. അവളാണെങ്കിൽ കരഞ്ഞുകൊണ്ട് ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നുണ്ട്. ഈ ശ്രുതി ആണെങ്കിൽ ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ്. ശ്രുതിക്ക് പോലും അറിയില്ല. അപ്പൊ ശ്രുതിയോടൊക്കെ ചോദിക്കുന്നുണ്ട് ചന്ദ്ര, നിന്റെ അറിവോട് കൂടിയിട്ടാണ് അവൾ ഇതൊക്കെ ഇത്രയും വലിയ കള്ളൊക്കെ പറഞ്ഞത് ചോദിക്കുമ്പോൾ ഇല്ല അമ്മ, എനിക്ക് അറിയില്ല എന്ന് തന്നെയാണ് ശ്രുതി പറയുന്നത്. ശ്രുതിയോട് തിരിച്ചു വിളിക്കാൻ രവി ആവശ്യപ്പെടുമ്പോഴും ശ്രുതി പറയുന്നുണ്ട്, ഇല്ല അമ്മയുടെ ഇഷ്ടം പോലെ ചെയ്യട്ടെ, അമ്മ എന്ത് ചെയ്താലും ഞാൻ അമ്മയ്ക്കൊപ്പം നിൽക്കുള്ളൂ എന്നിങ്ങനെ പറയുകയാണ്. അങ്ങനെ അതിനുശേഷം ശ്രുതി അവിടെ നിന്നും പോയിട്ട് നേരെ പോകുന്നത് മീരയുടെ അരികിലേക്കാണ്. അങ്ങനെ മീരയോട് തൻ്റെ സങ്കടങ്ങളെല്ലാം പറയുകയാണ്. മീര പറയുന്നുണ്ട്, എനിക്കറിയൂ ഇതൊക്കെ, എനിക്കിത് അറിയില്ലായിരുന്നു. വീരാൻ ഇവിടെയും കത്ത് തന്നിരുന്നല്ലോ, കല്യാണമുണ്ടെന്ന് പറഞ്ഞിട്ട് ഇവിടെയും കത്ത് തന്നിരുന്നു, എനിക്കിതൊന്നും അറിയില്ലല്ലോ ഇതിൻ്റെ പിന്നിലെ കാര്യങ്ങളൊക്കെ എന്നൊക്കെ ഇങ്ങനെ അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ആദ്യമേ നിന്നെ അറിയിച്ചേനായിരുന്നു എന്നൊക്കെ പറഞ്ഞങ്ങനെ അതൊക്കെ പറഞ്ഞങ്ങനെ നിൽക്കുകയാണ്. ശ്രുതി പറയുന്നുണ്ട്, ഞാൻ എന്തായാലും ഇതിൽ നിന്ന് രക്ഷപ്പെടും, ഞാനിത് എന്തായാലും എനിക്ക് കോംപ്രമൈസ് ആക്കിയല്ലേ പറ്റുള്ളൂ, ഞാനിത് എന്തായാലും ശരിയാക്കും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു നിൽക്കുകയാണ്. അതേ സമയത്ത് നമ്മുടെ ചന്ദ്രയാണെങ്കിൽ വീട്ടിലിരിക്കാൻ പറ്റാതെ ദേഷ്യം അടങ്ങാനാവാതെ നേരെ പോകുന്നത് ഭാമയുടെ അരികിലേക്കാണ്. അങ്ങനെ ഭാമയോട് ഈ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഭാമയെ കുറ്റപ്പെടുത്തുകയാണ്, നീ കാണിച്ചത് മരുമകളല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പൊ ഭാമ പറയുന്നുണ്ട്, ഞാൻ എന്ത് ചെയ്തു, ഞാൻ ശ്രുതി കോടിശ്ശേരിയാണെന്നൊക്കെ നിന്നോട് ഞാൻ പറഞ്ഞു, അവൾ എൻ്റെ അരികിലേക്ക് മസാജ് ചെയ്യാൻ വരുന്ന പെൺകുട്ടിയാണെന്നല്ലേ പറഞ്ഞത്, നീയല്ലേ അവളോട് സംസാരിച്ച് അവളുടെ ഡീറ്റെയിൽസ് ഒക്കെ എടുത്തിട്ട് അവൾ മലേഷ്യക്കാരിയാണെന്നൊക്കെ പറഞ്ഞത് തന്നെയല്ല. അവൾക്ക് മനസ്സിലായി നിന്റെ മകനെ നീ ഒരു കോടീശ്വരിയെ കൊണ്ട് കെട്ടിക്കുള്ളൂന്നും. അപ്പൊ അതുകൊണ്ട് അവൾ അത്രയും വലിയ കള്ളം പറഞ്ഞു കാണും. പിന്നെ എന്നെന്തിനെതിരെ കടയൊക്കെ ഇടുന്നത്, ഞാൻ എന്ത് ചെയ്തിട്ടൊക്കെയാണ് ചോദിച്ചിട്ട് ഭാമയും കുറ്റപ്പെടുത്തുന്നുണ്ട് നമ്മുടെ ചന്ദ്രയെ നീ തന്നെയാണ് ഇതിന്റെ എല്ലാത്തിനും കാരണം, നീ സത്യങ്ങളൊന്നും മനസ്സിലാക്കാതെയാണ് ഇതൊക്കെ ചെയ്തത് എന്ന് പറയുന്നുണ്ട്. അല്ല അവളിപ്പോ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടിട്ട് അവളിപ്പോ എങ്ങോട്ടാ പോയതെന്ന് ചോദിക്കുമ്പോൾ എവിടേക്കെങ്കിലും പോകട്ടെ എന്ന് പറയാണ്. എന്തായാലും സുധിയുടെ ഭാര്യയല്ലേ അവളിങ്ങനെ അങ്ങനെ നിനക്ക് അങ്ങനെ ഒഴിവാക്കാൻ പറ്റൊന്നുമില്ല എന്നിങ്ങനെ ഭാമയും പറയുന്നുണ്ട്. അതേ സമയത്താണെങ്കിൽ നമ്മുടെ സുധി ബാറിലാണ്. അങ്ങനെ കൂട്ടുകാരോടൊപ്പം അവിടെ ചെന്നിരുന്ന ഭയങ്കര കള്ളുകൂടിയും കാര്യങ്ങളൊക്കെയാണ്. അവിടെ ഇരുന്ന് തന്റെ സങ്കടങ്ങളൊക്കെ ഇങ്ങനെ വിളിച്ച് പറയുന്നുണ്ട്. അങ്ങനെ അവിടെ നിന്നും ഇറങ്ങിയതിന് ശേഷം റോഡ് സൈഡിൽ ട്രാഫിക് പോലീസ് പിടിക്കുകയാണ്. അപ്പൊ ട്രാഫിക് പോലീസ് ആരാണെന്ന് വെച്ചാല് നമ്മുടെ ദേവുവിനെ സ്നേഹിക്കുന്ന പയ്യനുണ്ടല്ലോ, അതാണ്. അപ്പൊ അവൻ പിടിക്കുന്നുണ്ട്. അങ്ങനെ അവൻ നമ്മുടെ സുധിയെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവുകയാണ്. അപ്പൊ സുധി വലിയ വീമ്പ് പോലെ പറയുന്നുണ്ട്. സുധിക്കാണെങ്കിൽ ഒരു തരി ബോധമില്ല, കള്ളുടിച്ച് ഫിറ്റായിട്ടാണ് നിൽക്കുന്നത്. അപ്പൊ സുധി പറയുന്നുണ്ട്, എന്റെ സഹോദരൻ, എന്റെ അനിയൻ ആരാണെന്ന് നിങ്ങൾക്കറിയോ, എൻ്റെ അനിയൻ അറിഞ്ഞു കഴിഞ്ഞാൽ എന്നെ ഇവിടുന്ന് പുഷ്പം പോലെ ഇവിടുന്ന് പാഞ്ഞു വന്ന് എന്നെ കൊണ്ടുപോകും എന്ന്, അവന് വലിയ ദേഷ്യക്കാരനാണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ സച്ചിയാണ് അത് എന്നുള്ളത് ഈ പറയുന്ന പോലീസുകാരനറിയില്ല. പോലീസുകാരും സച്ചിയും തമ്മിൽ തീരെ യോജിക്കില്ലല്ലോ, അവർ തമ്മിൽ വലിയ പ്രശ്നവും കാര്യങ്ങളൊക്കെയാണ്. എന്തായാലും അങ്ങനെയൊക്കെ ഒരു ഭാഗമാണ് എന്തായാലും നാളെ കാണിക്കാൻ പോകുന്നത്. ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക്